ആന്റി ഇത് കണ്ടോ? ഇത് മോളുടെ കൺമുടിയാണല്ലോ. എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയാ കാണേണ്ടി വരുന്നത്? ആന്റി മോഹൻ റൂം പൂട്ടിയിരിക്കല്ലേ? അതെ മോനെ. അവിടെ നിന്നാണല്ലോ ഗിത്താറിന്റെ ശബ്ദം കേൾക്കുന്നത്. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ആന്റി. അവൾക്ക് ബാക്കി കണ്ണെടുത്താ കണ്ടുകൂടാത്തതാ. ഗിത്താർ വായിക്കാൻ അറിയാനും പാടില്ല. ഒന്നും മനസ്സിലാകുന്നില്ല ആന്റി. നിന്നെ ഞാനിന്ന് നിന്നെ ഞാൻ നല്ല സ്വപ്നം കണ്ട സമയത്താണ് നിന്റെ പ്രൊഡ്യൂസർക്ക് വരാൻ കണ്ട സമയം. അയ്യോ 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 അയ്യോ. പോയി പോയി എല്ലാം പോയി, എല്ലാം നശിച്ച് പണ്ടാരടങ്ങി പോട്ടെ. പോട്ടെ പുള്ളി, എന്ത് വേണേലും പൊക്കോട്ടെ, എന്റെ ജീവിതം തന്നെ പൊക്കോട്ടെ. പ്രശ്നമല്ല എനിക്ക്. എന്തായിരിക്കും പ്രശ്നം? താൻ എന്നെ സ്വപ്നം തമ്മിൽ തെറ്റിക്കാൻ നോക്കണല്ലേ? തനിക്ക് സ്വപ്നവരാണെങ്കിൽ എനിക്ക് അമ്പുജം. അമ്പുജം എവിടുന്ന് വന്നോടോ ഈ അർബുദം? എല്ലാവരും വരുന്നിടത്തുനിന്ന് തന്നെ. എനിക്ക് അല്പം ഒന്ന് സൂഹിക്കണം. താൻ മാത്രം അങ്ങനെ ഞൊട്ടിയാ പോരാ കേട്ടോ. അമ്പുജത്തിനെ ഹീറോയിൻ ആക്കിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? താൻ അത്രയ്ക്ക് സ്പീഡിലാണോ? അവളുടെ കാര്യത്തിൽ ഞാൻ അല്പം സ്പീഡ് തന്നെയാ. സ്വപ്ന എന്ന് പറയുമ്പോ തനക്ക് സ്പീഡ് കയറുന്നുണ്ടല്ലോ. എടോ മരത്തലയാ, അവളില്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലാൻ തനിക്ക് അറിഞ്ഞൂടെ? എനിക്കിനി ബിസിനസ് വേണ്ട.
ഉണ്ടാക്കിയതൊക്കെ മതിയേ. എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആ മന്ത്രി കാണപ്പെടൊന്ന് കാണട്ടെ. കൊണാപ്പനോ? ഇനി മന്ത്രിയല്ല രാജാവ് വന്നാലും ശരി, ഈ കനക ഒരു പേടിയില്ല. ഒന്ന് ഞാൻ പൂജം, അല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനും അകത്തായി കളയും. നോക്കിക്കോ. കാണാം. കാണാം കാണാം. അല്ലടാ, ഞാൻ എവിടുന്നോ ഒരെണ്ണത്തിന് തപ്പിയെടുത്തോണ്ട് വന്നപ്പോ എല്ലാവർക്കും ഒരു കണ്ണുകടി. മണലിട്ട് തിരിഞ്ഞു വെച്ചാ മതി, കടി മാറിക്കോളും. റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. കയറിക്കൊള്ളു. അനങ്ങി പോരുത്. നീയല്ലേടാ DSP കൊന്ന ഗോപി? ഞാൻ പറയുന്ന പോലെ എല്ലാം അനുസരിച്ചില്ലെങ്കിൽ ഈ നിമിഷം നിന്നെ ഞാൻ തട്ടു. ഇറങ്ങടാ. വെയിലടിക്കടാ. എനിക്കറിയില്ലേ. സ്വപ്നയുടെ കാർ ഇപ്പൊ ഇതുവഴി വരും. എനിക്ക് നിനക്ക് ലിഫ്റ്റ് ചോദിക്കണം. ചോദിക്കാം. അവളുടെ കാറിൽ കയറിയതിനു ശേഷം ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വിട്ടേക്കണം. ശരി. ഹാൻഡ്സ് അപ്പ്. ഈ പോക്കിൽ തെരിയുണ്ടടാ നിന്നെ ഞാൻ. ഇല്ല, എന്നെ കൊല്ലല്ലേ. പറഞ്ഞല്ല ഞാൻ ചെയ്യാം. ആദ്യം പിസ്റ്റൾ അവൾ കാണരുത്. ഞാൻ പറഞ്ഞതിന് ശേഷം എടുത്താ മതി. അവൾ വരുന്നുണ്ട്. നീ മറഞ്ഞു നിന്നോ. അവൾ എന്നെ കാണണ്ട. സ്റ്റോപ്പ്, സ്റ്റോപ്പ്, സ്റ്റോപ്പ്. ഗോവിന്ദ ഇവിടെ? ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു. വണ്ടി കേടായി. എന്നെ കയറിക്കോളൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഒരു ഫ്രണ്ടും ഉണ്ട്. കയറിക്കോളൂ. ബോംബെ നിന്ന് വരും. ഞാൻ മര്യാദയ്ക്ക് വണ്ടി എടു. ഇല്ലെങ്കിൽ രണ്ടിനെയും ഞാൻ. വണ്ടി എടുക്കാൻ, വണ്ടി എടുക്കാൻ. ആ ഞാൻ പറയുന്നിടത്തേക്ക് വിടും. ഇല്ലെങ്കിൽ രണ്ടിനെയും കൊന്നളയും ഞാൻ. നടക്ക. നടക്ക്. ഗോപി, ഇവിടെ മരത്തി കെട്ടിയിട്. ഇതാ ഞാൻ പറയുന്ന പോലെ ഇവരുടെ പ്രൊഡ്യൂസർക്ക് ഫോൺ ചെയ്യും. എന്ത്? ഇല്ല, പോലീസിൽ അറിയിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് വരാം. എന്റെ സ്വപ്നയെ ജീവനോടെ കിട്ടിയാൽ മതി. മതിയടാ, എന്നെ ഉപദ്രവിക്കരുത്. എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ തരാം. Shut up. സ്വപ്നയെ നിന്നെ ആരെവിടെ കെട്ടിയിട്ടത്? അനങ്ങി പോയത്. ആ കനകദാസന്റെ വാക്ക് കേട്ട് നീയാണ് ഈ കടുങ്കി ചെയ്തത്.
നിന്നെ എത്ര പടത്തിൽ വേണമെങ്കിലും അഭിനന്ദിക്കാം, എത്ര പണം വേണമെങ്കിലും തരാം. എന്റെ സ്വപ്നം വിട്ടു തന്നു. വിട്ടുതരാം. അതിനു മുൻപ് പലരുടെയും മരണത്തെ കുറിച്ച് എനിക്കറിയണം. നിന്റെ ഭാര്യ മരിച്ച എങ്ങനെയാണ്? അവൾ ആത്മഹത്യ ചെയ്തു. ആണോടാ? അതെ. ആണോടി? അല്ല, സത്യം നിനക്കറിയാം. പറയടാ, പറയടാ. പറയാം, എല്ലാം ഞാൻ പറയാം, പറയാം, പറയാം.